Good morning. Today we are going to talk about demographic trends in India and worldwide. ഹെൽത്ത് പോളിസി ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് വൈഡ്. അതായത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആണ് നമ്മൾ ഹെൽത്ത് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹെൽത്ത് പോളിസി, അതായത് ആരോഗ്യമായിട്ടുള്ള നയം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൺട്രിയിലെ പോപ്പുലേഷൻ എങ്ങനെയാണ്, ഡെമോഗ്രഫി എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. അപ്പം നമ്മുടെ കൺട്രിയിലെ പോപ്പുലേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ അവിടെ താമസിക്കുന്നത്, അവരുടെ ഇൻകം ലെവൽ, പുവറായിട്ടുള്ള ഇൻകം ലെവല്, ഹൈ ഇൻകം ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനനുസരിച്ചുള്ള ഹെൽത്ത് പോളിസികൾ, ആരോഗ്യ നയങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, ആ പോപ്പുലേഷൻ്റെ ട്രെൻഡ് എന്താണ്, ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. India's population is young. Its birth and death rate are both near global average. More than half of the population is under age 30 and less than 1/4 of the age 45 and old. അതായത് ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരു ആവറേജ് വരുന്ന ഗ്ലോബൽ ആവറേജിന് ഈക്വൽ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൂടുതലും 30 ഏജിന് അണ്ടർ 30 ഏജാണ് നമ്മുടെ യങ് ഇന്ത്യയാണ്. അതായത് കൂടുതൽ ആൾക്കാരും 30 ഏജിന് താഴെയുള്ളവരാണ് കൂടുതൽ. 1/4 ഓഫ് ദ ഏജ് ഓഫ് 45 ഓർ ഓൾഡ്. 45 വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ കണക്കെടുക്കുമ്പോൾ അതിൽ കൂടുതലും എന്താണ് 30 വയസ്സിനും താഴെയുള്ള ആൾക്കാർ, അതായത് കൂടുതൽ ആൾക്കാർ യങ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി അബൌട്ട് 68 ഫോർ മെൻ ആൻഡ് 70 ഫോർ വുമൺ. അതായത് നമ്മുടെ ജീവിത സൂചിക, അതായത് ഒരാളുടെ ജീവിത സമയം എന്ന് പറയുന്നത് 68 വയസ്സ് പുരുഷന്മാർക്കും 70 വയസ്സ് സ്ത്രീകൾക്കാണ് ഒരു ആവറേജ്. India's 2019 population is estimated 1.37 billion based on the most recent in UN data. UN ഡാറ്റയിൽ നോക്കുമ്പോൾ 1.37 ബില്യൺ ഇന്ത്യൻ പോപ്പുലേഷനാണ്. ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഏഷ്യ, ബോർഡർ ബൈ ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അതിൻ്റെ 3 കടലുകളുടെ ഇടയിലാണ് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, നേപ്പാൾ, മ്യാൻമാർ എന്നുള്ള ഏരിയയിലാണ്. എൻ്റെ ബംഗ്ലാദേശ്. ഇന്ത്യസ് വേൾഡ്സ് 7th ലാർജസ്റ്റ് കൺട്രിയാണ്, 7ാമത്തെ വലിയ രാജ്യമാണ്. അതുപോലെ തന്നെ 2nd മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്. ആൻഡ് മോർ ദാൻ 1.3 ബില്യൺ റെസിഡൻസ്. അതായത് മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ് നമ്മുടെ രാജ്യം. അതേപോലെ തന്നെ 1.3 ബില്യൺ റെസിഡൻസ് അവിടെയുണ്ട്. 1 ഓഫ് എവറി 6 പീപ്പിൾ ഇൻ ദ പ്ലാനറ്റ് ലീവ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരിൽ 1/6 ഭാഗം ഇന്ത്യയിലാണ്. Between 2001 and 2011, census of the country grew 17.7% and adding 181.5 million people. അതായത് വളർച്ചാ നിരക്ക് നമ്മുടെ ഇവിടെ കൂടുതലാണ്. ദ കൺട്രി ഹാസ് ഡബിൾ ഇൻ സൈസ് ഇൻ ജസ്റ്റ് 40 years. 40 കൊല്ലത്തിനുള്ളിൽ അത് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ കൺട്രി ഹാസ് എ ഹോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി 416 people per സ്ക്വയർ കിലോമീറ്റർ. നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, താമസിക്കാനുള്ള ഒരു ജനസാന്ദ്രത എന്ന് പറയുന്നത് 416 ആൾക്ക് ഒരു സ്ക്വയർ കിലോമീറ്ററാണ്. വിച്ച് റാങ്ക് 31st ഇൻ വേൾഡ്. 31ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ താമസിക്കാനുള്ള സൗകര്യം, താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ 31ാമത്തെ പൊസിഷനാണ്. ഇൻ മുംബൈ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് 21,000 people per സ്ക്വയർ കിലോമീറ്റർ. 21,000 മുംബൈയിൽ. ഇന്ത്യസ് ലാർജസ്റ്റ് സിറ്റി ഇൻ മുംബൈ വിത്ത് എ പോപ്പുലേഷൻ 12.5 million. അതായത് ഏറ്റവും വലിയ സിറ്റി ഇന്ത്യയിലുള്ളത് മുംബൈ ആണ്. അതിൽ 12.5 ആണ്. ക്ലോസ്ലി ഫോളോഡ് ബൈ ഡൽഹി. അതിന് ശേഷം വരുന്നതാണ് ഡൽഹി. ഇത് പോപ്പുലേഷൻ 11 million. ഓവറോൾ ദർ ആർ മോർ ദാൻ 50 അർബൻ ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് പോപ്പുലേഷൻ മോർ ദാൻ 1 million people. കൂടുതൽ ആൾക്കാരും അർബൻ ഏരിയാസിൽ താമസിക്കുന്ന ഒരു 1 million ആൾക്കാരെ നമ്മുടെ കൺട്രിയിൽ ഉണ്ട്. മുംബൈ ദെൻ ഹാഡ് ഒഫീഷ്യൽ പോപ്പുലേഷൻ 1,24,78,447 in 2011. 1 കോടിയിലധികം ആൾക്കാർ താമസിക്കുന്നുണ്ട് മുംബൈയിൽ. അതേപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ താമസിക്കുന്ന വീടുകളുള്ളത് 1,84,00,000 ആൾക്കാരോളം അവിടെ വീടുകളുള്ളവർ അവിടെ താമസിക്കുന്നുണ്ട്. അത് ഇരട്ടിക്കാണ്. ഇപ്പോഴും നമ്മൾ 1971 കൂടുതലായിട്ട് അത് കൂടുതലാണ്. അതുപോലെ തന്നെ 2nd മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്, സ്റ്റേറ്റാണ് ഡൽഹി എന്ന് പറയുന്നത്. അത് 1
10,34,555 ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവിടുത്തെ കണ്ടെയ്ൻസ് പീപ്പിൾ ഉള്ളത് 2,17,53,486 പീപ്പിളാണ് അവിടെ. അത്രയും ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള രണ്ട്, മുംബൈയും അതേപോലെ തന്നെ ഡൽഹിയും. ഏറ്റവും വലിയ രണ്ട് സിറ്റീസാണ്, അതായത് രണ്ട് സ്റ്റേറ്റുകളാണ് പറഞ്ഞത്, മുംബൈയും ഡൽഹിയും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ദിസ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ഫ്രം ഹൈ ടു ലോ ലെവൽ ഇൻ ദ പോപ്പുലേഷൻ. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റിലുള്ള ചേഞ്ചസ്, അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം, അതിൻ്റെ വളർച്ചാ രീതി എന്ന് പറയുന്നത് ഡെത്ത് റേറ്റിലും ബർത്ത് റേറ്റിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഒന്നുകിൽ ബർത്ത് റേറ്റ്, വികസന രാജ്യങ്ങളാണെങ്കിൽ ബർത്ത് റേറ്റും കൂടുതൽ, ഡെത്ത് റേറ്റും കൂടുതൽ, ജനിക്കുന്നവരുടെ എണ്ണം കൂടും, മരിക്കുന്നവരുടെ എണ്ണം കൂടും. പിന്നെ വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനനനിരക്ക് കൂടുന്നു, മരണനിരക്ക് കുറയുന്നു. അപ്പോഴും പോപ്പുലേഷൻ കൂടുക തന്നെയാണ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ജനനനിരക്കും മരണനിരക്കും ഒരേ ലെവലിൽ തന്നെ പോവുകയാണ്. അതായത് മരണനിരക്ക് കുറഞ്ഞു വരുന്നു, ജനസംഖ്യാ നിരക്കും അതുപോലെ തന്നെ കുറയുന്നു. പിന്നെ വരുന്നത് മരണനിരക്ക് കൂടുതലും ജനനനിരക്ക് കുറയുകയും ചെയ്യുന്നു. വികസിത രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അതായത് ജനനനിരക്ക് കുറവും മരണനിരക്ക് കൂടുതലും ഉണ്ടാകുന്ന സിറ്റുവേഷൻ. അപ്പം അങ്ങനെ ജനന മരണ നിരക്കുകളിൽ ബർത്ത് ആൻഡ് ഡെത്തിൽ വരുന്ന റേറ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, അതായത് പോപ്പുലേഷനിൽ വരുന്ന അതിൻ്റെ ഗ്രോത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.